നമസ്കാരം കൃഷ്ണാരം മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സത്സംഗത്തിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഊഞ്ഞാലാടുന്ന ഉണ്ണികൃഷ്ണനാണ്. രണ്ട് കൈകളും ഊഞ്ഞാലിൽ പിടിച്ചുകൊണ്ട് ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുന്ന ആടിങ്ങനെ കുതിച്ച് നമ്മളുടെ നേരെ വരുന്ന കുഞ്ഞുണ്ണികൃഷ്ണന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി. ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യം, ഗജേന്ദ്രമോക്ഷം കഥയിലെ ആർക്ക് ആരാൽ ശാപം ലഭിച്ചിട്ടാണ് ആനയായി മാറിയത്, മുതല ആരായിരുന്നു എന്നുള്ള 3 ചോദ്യങ്ങളാണ് കേട്ടോ. ഇന്ദ്രദ്യുമ്നൻ, പാണ്ഡ്യദേശത്തെ ഇന്ദ്രദ്യുമ്നൻ എന്ന മഹാരാജാവിന് അഗസ്ത്യമുനിയുടെ ശാപത്താലാണ് അടുത്ത ജന്മം ആനയായി ജനിക്കേണ്ടി വന്നത്. ആനയുടെ ഇടയിലെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ട് അദ്ദേഹം അടുത്ത ജന്മത്തിലും ആനയുടെ യുദ്ധഭനായി മാറുകയായിരുന്നു. അങ്ങനെ ഗജേന്ദ്രനായി. ഈ ഗജേന്ദ്രനെ മുതലയുടെ രൂപത്തിൽ വന്ന് ആക്രമിച്ചത് ഹുഹു എന്ന ഗന്ധർവനാണ് എന്നും, ഗന്ധർവന് ശാപമോക്ഷം ലഭിച്ച ഗന്ധർവ ലോകത്തേക്ക് പോയപ്പോൾ ഗജേന്ദ്രന് ശാപമോക്ഷം ലഭിച്ച ഭഗവാന്റെ സാരൂപ്യമുക്തി, അതായത് ഭഗവാന്റെ അതേ രൂപത്തിലായിട്ട് 2 ഗരുഡന്മാരിലേറി ആ വൈകുണ്ഠ ലോകത്തേക്ക് പോയി എന്നാണ് ഗജേന്ദ്രമോക്ഷം കഥ അനുസ്മരിക്കുമ്പോൾ ആചാര്യന്മാർ പറയാറുള്ളത്. അനേകം പേര് ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഉത്തരം അറിയാത്തവർക്ക് ഇതാണ് ആ ഒരു 3 ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് പറയാനുള്ളത്. ഇനി ഇന്നത്തെ ചോദ്യങ്ങൾക്കായി കാത്തിരിക്കൂ. അടുത്തതായി നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി തുടങ്ങാം അല്ലേ. സ്നിത അനു എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത, ഞാൻ അമ്പലപ്പുഴക്കാരിയാണ്. വീടിൻ്റെ പണി മുടങ്ങിക്കിടന്നു. 3 വർഷമായി, ഇതുവരെയും ഒന്നും ആയിട്ടില്ല. വല്ലാത്ത അവസ്ഥയാണ്. വന്ന് വീട് എടുത്തു വയ്ക്കാൻ സാധിച്ചില്ല. ഇത് പറയാനാണ് വിളിച്ചത്. എങ്കിലും ഉടനെ ഒരു പരിഹാരം പറഞ്ഞു തരണേ എന്നാണ്. നാരായണീയത്തിലെ 49ാമത്തെ ദശകം വായിച്ചോളൂ. വൃന്ദാവന പ്രവേശം എന്ന ആ ഒരു ദശകമാണ് 49ാമത്തെ ദശകം. ഇനി ഗുരുവായൂരിൽ വരുമ്പോൾ തീർച്ചയായിട്ടും വീടിൻ്റെ രൂപം എടുത്ത് പ്രാർത്ഥിച്ചോളൂ. ഒപ്പം വൃന്ദാവന പ്രവേശം എന്ന ആ ഒരു ഗോകുലത്തിൽ അനേകം തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഗോപന്മാരെല്ലാവരും കൂടി കൃഷ്ണന്റെയും രാമന്റെയും മറ്റു കുട്ടികളുടെയും എല്ലാം സുരക്ഷയെ കണക്കാക്കിക്കൊണ്ട് താമസയോഗ്യമായ മറ്റൊരു സ്ഥലം തേടി പോവുകയും കാളിന്തിയുടെ തീരത്തെ വൃന്ദാവനത്തിലേക്ക് എല്ലാവരും കൂടി ഷിഫ്റ്റ് ആവുകയും ചെയ്തു. അമ്പാടിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വരുമ്പോൾ വൃന്ദാവനത്തിൽ പുതിയൊരു എന്താ പറയുക, താമസ സൗകര്യം ഒരുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഉത്സാഹിക്കുന്ന ഒരു ഭാഗമാണ് വൃന്ദാവന പ്രവേശം എന്ന ആ ഒരു ഭാഗം. ഈ ഒരു ഭാഗം ചൊല്ലി ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചോളൂ. എല്ലാ ദിവസവും മുടങ്ങാതെ. തീർച്ചയായിട്ടും വീട് പണി വേഗം തന്നെ സാധ്യമാവട്ടെ. വീട് പണി കഴിഞ്ഞാലോ അതിനു മുൻപോ വീട് പണി നടക്കുന്ന സമയത്തോ എപ്പോഴാണോ ഗുരുവായൂരിലേക്ക് വരാൻ സാധിക്കുന്നത് ആ സമയത്ത് വീടിൻ്റെ രൂപം, ആൾരൂപം വഴിപാട് വയ്ക്കുന്നിടത്ത് നിന്ന് എടുത്തു വെച്ച് പ്രാർത്ഥിച്ച് യഥാശക്തി ഒരു തുക ഭണ്ഡാരത്തിൽ ഇട്ടോളൂ. കഴിഞ്ഞ ദിവസം ഒരു ഭക്തൻ്റെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിരുന്നു കേട്ടോ. ഫ്രീ ആയിട്ടാണ് അവിടെ ഇതെല്ലാം എടുത്തു വയ്ക്കുന്നത്, ഫ്രീ ആയിട്ട് ചെയ്യുന്ന വഴിപാടാണെന്ന്. ഇങ്ങനെയല്ല, യഥാശക്തി ഒരു തുക നമ്മൾ ഭണ്ഡാരത്തിൽ ഇടാറുണ്ട് കേട്ടോ. സാധിക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്യൂ. യഥാശക്തി ഇത്ര തുക എന്നൊന്നുമില്ല. വീട് വലിയ സാധനമല്ലേ, അപ്പം വലിയ തുക വേണ്ടേ, അങ്ങനൊന്നും വിചാരിക്കേണ്ട. 1 രൂപയെങ്കിലും 1 നാണയമെങ്കിലും നിങ്ങൾ ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കൂ. ഒപ്പം ഒന്ന് നമസ്കരിക്കാൻ സാധിച്ചാൽ വലിയ കാര്യമാവും കേട്ടോ. അടുത്തതായിട്ട് ശൈല എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. ഹന്തഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണോ ഇത് ചോദിക്കേണ്ടത് എന്ന് പോലും എനിക്കറിയില്ല മോളെ. തെറ്റാണെങ്കിൽ പറയണേ. തെറ്റല്ല അമ്മ. ഹന്തഭാഗ്യം ജനാനാം എന്നുള്ളത് മേൽപ്പത്തൂരിൻ്റെ നാരായണീയത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ശ്ലോകത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ആദ്യത്തെ ശ്ലോകത്തിലെ സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവതിഭ്യാം എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹന്തഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത് നമ്മൾ ജനങ്ങൾ ഓരോരുത്തരുടെയും ഭാഗ്യമാണ് എന്നാണ് ഈ ഒരു വരി കൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ആ ഭഗവാൻ, ആ സച്ചിദാനന്ദക്കട്ട,
നമ്മുടെ അടുത്ത് നമ്മുടെ ഉണ്ണികൃഷ്ണനായിട്ട് ഇവിടെ കുടികൊള്ളുന്നുണ്ടെങ്കിൽ അത് നാം ഓരോരുത്തരുടെയും ഭാഗ്യമാണ് എന്ന് എടുത്ത് പറയുകയാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയത്തിലൂടെ. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെയൊക്കെ ജീവിതം ഗുരുവായൂരപ്പൻ ഇല്ലാതിരുന്നെങ്കിലത്തെ ഒരവസ്ഥ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട് കേട്ടോ. ഇന്നും ഇന്നലെയൊന്നും അല്ല. ഞാൻ എത്രയോ കാലം മുമ്പ് ചിന്തിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തിനോട് അങ്ങനെ തന്നെ പറയാറുണ്ട് കേട്ടോ. അനേകം അവതാരങ്ങൾ ഉണ്ടായിരുന്നു. അംശാവതാരമായിട്ടും പൂർണ്ണാവതാരമായിട്ടും മനുഷ്യാവതാരമായിട്ടും അനേകം. ആമയുടെ രൂപം, മത്സ്യത്തിൻ്റെ രൂപം, വരാഹത്തിൻ്റെ രൂപം, നരസിംഹത്തിൻ്റെ രൂപം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അനേകം അവതാരങ്ങൾ ചെയ്തു. എന്നാൽ ഈ കൃഷ്ണ അവതാരം ഇല്ലാതിരുന്നെങ്കിൽ, രാമാവതാരം ഉണ്ട് കേട്ടോ, രാമനാമം ചൊല്ലാട്ടോ, പക്ഷെ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെ. അതിൽ തന്നെ ഗുരുവായൂരപ്പൻ എന്നങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഇതിൽ പരം വേറൊന്നും ആവശ്യമില്ല. അപ്പോൾ കംസന് നമസ്കരിക്കുക വേണ്ടത് ശരിക്കും അല്ലേ. കംസന് മാത്രമല്ല, അന്നത്തെ കാലത്ത് ഭഗവാനാൽ വധിക്കപ്പെട്ടിട്ടുള്ള എത്ര ആളുകളുണ്ടോ അവരെ മുഴുവൻ നമസ്കരിക്കണം. അവർ കാരണമല്ലോ ആണല്ലോ ഭഗവാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, ഹന്തഭാഗ്യം ജനാനാം എന്ന് പറയാനുള്ള കാരണം ആ വിഗ്രഹം, ആ കൃഷ്ണ വിഗ്രഹം, ആ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ്, 4 തൃക്കൈകളോട് കൂടിയിട്ടാണ്. ആ ഭഗവാൻ തന്നെ വെച്ച് ആരാധിച്ചിരുന്ന ആ വിഗ്രഹം ഇന്ന് ഇവിടെ ഉണ്ടെങ്കിൽ, ആ വിഗ്രഹത്തിൽ നമ്മുടെ ഉണ്ണികൃഷ്ണനായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ ഇങ്ങനെ വിളങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ എല്ലാം ഭാഗ്യം കൊണ്ടാണ് എന്നാണ് മേൽപ്പത്തൂര് പറയാറുള്ളത്. സത്യമാണ് കേട്ടോ, സത്യമാണ്, ഒരു സംശയവും ഇല്ല. ഗുരുവായൂരപ്പൻ എന്ന ആ ഒരു ശക്തിവിശേഷം ഇല്ലായിരുന്നെങ്കിലത്തെ നമ്മളുടെ ഒരു ജീവിതം ഉണ്ടല്ലോ, പെട്ടെന്ന് ഈ ഉദിച്ചു നിൽക്കുന്ന കളർഫുൾ ആയിട്ടുള്ള ലൈഫ് ഉണ്ടല്ലോ, ഇതിൽ എന്തോ ആയിക്കോട്ടെ, സന്തോഷവും സമാധാനവും ഒന്നുമില്ലാത്ത സങ്കടവും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിക്കോട്ടെ, കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോഴത്തെ നമ്മളുടെ ആ ഒരു ആശ്വാസം ഉണ്ടല്ലോ, ഇതൊരിക്കലും ഉണ്ടാവില്ലായിരുന്നു അല്ലേ. ഒന്നാലോചിച്ച് നോക്കൂ. ആചാര്യൻ എപ്പോഴും പറയാറുണ്ട്, ശ്രീരാമനെ നമ്മൾക്ക് ഭജിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന് കുറച്ചൊരു എന്താ പറയുക, ഔന്നത്യം വേണം, ഉന്നതിയിലെത്തണം, അല്ലെങ്കിൽ സംസ്കാരം വേണം. മഹാദേവനെ ഭജിക്കാൻ ഒട്ടും സംശയമില്ല, സംസ്കാരം നല്ല പോലെയുള്ള ആൾക്കാർക്ക് അങ്ങനെ മഹാദേവനെ ഭജിക്കാൻ പറ്റുള്ളൂ. എന്നാൽ സംസ്കാരശൂന്യരാണോ ഭഗവാനെ വിളിക്കുക എന്ന് ചോദിച്ചാൽ ഏത് കള്ളനും കൊലപാതകിക്കും, അതുപോലെ അസൂയ, കുശുമ്പ്, കുനിട്ട് എന്ത് തന്നെ ഉണ്ടെങ്കിലും കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാൻ അവർക്ക് യാതൊരു പേടി ഉണ്ടാവില്ല. അതെന്താ അങ്ങനെ? ഭഗവാൻ കുറച്ചുകൂടി ജനകീയനാണ് എന്ന് തോന്നാറുണ്ട് കേട്ടോ. ഇതിന് ആചാര്യൻ ഉദാഹരണമായിട്ട് പറയാറുണ്ട്. 2 വിവാഹം കഴിച്ച ഒരാള് വിവാഹത്തിൽ വന്ന ബുദ്ധിമുട്ടും കൊണ്ട് ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ശ്രീരാമസ്വാമി പറയും, എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ല കേട്ടോ, ഞാൻ ഈ സീതാദേവിയെ മാത്രമേ വിവാഹം കഴിച്ചിട്ടുള്ളൂ, ഇപ്പം 2 വിവാഹം കഴിച്ച് അതിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പോയിക്കോളൂ ഗുരുവായിരിക്കും, അതാവും നല്ലത് എന്ന് പറയത്രേ. അപ്പോൾ ഇതേമാതിരി ഒരു കള്ളനല്ലേ കളവുള്ളതറിയാവൂ എന്ന് ഭഗവാനെക്കുറിച്ച് ഒരു ചൊല്ല് തന്നെ ഉണ്ട് കേട്ടോ. ഒരു കള്ളൻ മോഷ്ടാവാണ്, അദ്ദേഹത്തിൻ്റെ പണി മോഷണമാണ്. ഇദ്ദേഹം മോഷ്ടിച്ച മുതലിൽ നിന്നൊക്കെ ഒരു 10 രൂപ എടുത്തിട്ട് ഒരു വെണ്ണ ചീട്ടാക്കി അയക്കാം എന്ന് വിചാരിച്ച് ഭഗവാന്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഭഗവാനെ ഉണ്ണികൃഷ്ണ അതാ ഞാൻ വെണ്ണ ചീട്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഇന്നലെ അടിച്ചു മാറ്റിയ പേഴ്സിൽ നിന്ന് എടുത്ത പൈസ എടുത്തിട്ടാ എന്ന് പറഞ്ഞാലും അവനൊരു പേടി ഉണ്ടാവില്ല അത്രേ. എന്താ കാരണം? അകത്തിരിക്കുന്ന ആൾ ഇതിനേക്കാളും വലിയ കളവ് ചെയ്ത ആളാണ് എന്നാണ് അവരുടെയൊക്കെ ഒരു ധാരണയിൽ. അപ്പോൾ ഇങ്ങനെ ഒരു അവതാരം ഇല്ലായിരുന്നെങ്കിലത്തെ നമ്മളുടെ ഒരു വിശേഷ സ്ഥിതി ഉണ്ടല്ലോ, വളരെ കഷ്ടമായിരിക്കും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മേൽപ്പത്തൂരിൻ്റെ ആ വാക്ക്, ആ വാചകം അത് ഏറ്റവും ഉത്തമമാണ്, ഏറ്റവും ശരിയാണ്, ഏറ്റവും പവർഫുള്ളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹന്തഭാഗ്യം ജനാനാം എന്ന് തന്നെയാണ് കേട്ടോ. അടുത്തതായിട്ട് സദാ ഞങ്ങൾ ഗുരുവായൂരിൽ വന്നാൽ വഴിപാട് ചെയ്യുന്നതിനൊക്കെ ഒന്ന് സഹായിക്കാമോ? എവിടെ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നറിയില്ല. കൃഷ്ണനാട്ടം ചെയ്യാനുണ്ട്, പിന്നെ കുറച്ച് വഴിപാട് ചെയ്യാനുണ്ട്, ഒന്ന് പറഞ്ഞു തന്ന് സഹായിക്കുമോ എന്നാണ് സിജിമോൾ എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്താ പറയണ്ടേ? ഞാൻ എല്ലാ ദിവസവും പറയുന്നുണ്ട്, വഴിപാടുകളെക്കുറിച്ചും പറയുന്നുണ്ട്. അത് ഷീട്ടാക്കേണ്ടത് എവിടെ നിന്നാണ് എന്നാണ് സംശയമെങ്കിൽ അമ്പലത്തിൻ്റെ ചുറ്റമ്പലത്തിനും പുറത്തായിട്ട് തെക്ക് വശത്തായിട്ട് കൂവളമരം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കൂവള
ഓളമരത്തിൻ്റെ ചോടയാണ് ഷീട്ടാക്കാനുള്ള ആ ഒരു സംവിധാനം ഉള്ളത്. അവിടെ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറും ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യേണ്ടത് ബുക്ക് ചെയ്യാം. അതല്ല അന്നന്ന് ഷീട്ടാക്കേണ്ടതാണെങ്കിൽ അവിടെ തൊട്ടടുത്തുള്ള കൗണ്ടറുണ്ട്, അവിടെ നിന്ന് ഷീട്ടാക്കാം. ഇനി ഈ പ്രസാദങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത് അതിൻ്റെയും തൊട്ടപ്പുറത്തായിട്ട് പടിഞ്ഞാറ് വശത്തേക്ക് തിരിഞ്ഞതിന് ശേഷമുള്ള കൗണ്ടറുകളിൽ നിന്നാണ് ഈ പ്രസാദം ഓരോന്നും നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതല്ലാതെ നമുക്ക് ബുക്ക് ചെയ്യാൻ മറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. ചുറ്റമ്പലത്തിനകത്തായിട്ട് ചന്ദനപ്രസാദം കൊടുക്കുന്നതിൻ്റെ പിൻവശത്തായിട്ട് അവിടെയും ഉണ്ടൊരു ഷീട്ട് കൗണ്ടർ. വല്ലാതെ തിരക്ക് ഇവിടെ കൂടുമ്പോൾ ആ തിരക്കൊന്ന് നിയന്ത്രിക്കേണ്ട ആവശ്യകതയിലേക്കായിട്ട് പഴയ മുൻകാലങ്ങളിൽ ഷീട്ടാക്കിയിരുന്ന അതേ ഭാഗത്ത് ഇപ്പോൾ വീണ്ടും ഷീട്ട് കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അവിടെ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടർ ഇല്ല കേട്ടോ, അത് മാത്രം പുറത്താണ്. ഇനി കൃഷ്ണനാട്ടം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃഷ്ണനാട്ടം വഴിപാട് ചെയ്യാനായിട്ട് ഏത് കഥയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ കഥ എന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നത് എന്നാണ് ആദ്യം അറിയേണ്ടത്. അതെങ്ങനെയാണ് അറിയാമെന്ന് വെച്ചാൽ ഓരോ കൃഷ്ണനാട്ടം കളിയും ഏത് ദിവസമാണ് നടത്തേണ്ടത് എന്നുള്ളത് ദേവസ്വമാണ് നിശ്ചയിക്കാറുള്ളത്. ദേവസ്വം ഇത് നിശ്ചയിക്കുന്നത് അടുത്ത 3 മാസത്തേക്ക് നിശ്ചയിച്ച് വെച്ചത് നമ്മളെ മുൻകൂട്ടി അറിയിക്കും. മുൻകൂട്ടി അറിയിക്കുക എന്ന് പറഞ്ഞാൽ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഏതൊക്കെ ദിവസം ഏതാണ് എന്നുള്ള കൃഷ്ണനാട്ടം കലണ്ടർ. അതല്ലെങ്കിൽ അവിടെ ഷീട്ട് കൗണ്ടറിൽ ചോദിച്ചാലും അറിയും ഇനി ഏത് ദിവസമാണ് അവതാരം കൃഷ്ണനാട്ടം കളി ഉള്ളത്. അങ്ങനെ ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞുതരും. അവിടെ പുറത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളുടെ കൃഷ്ണാരിമിത്രം ഗ്രൂപ്പിൽ ഞാൻ 5 ഗ്രൂപ്പിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ കൃഷ്ണനാട്ടത്തിൻ്റെ ഡേറ്റ് ഞാൻ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഏത് കൃഷ്ണനാട്ടം കളിയാണ് നിങ്ങൾ ഷീട്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കൃഷ്ണനാട്ടം കളി നടക്കുന്ന ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ മറ്റന്നാൾ കൃഷ്ണനാട്ടം കളി വേണമെങ്കിൽ ഇന്നേ ബുക്ക് ചെയ്യണം കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെയാണ് അതിൻ്റെ സമയം വരുന്നുള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കാൻ വേണ്ടത്. ഇനി വേറെ എന്താ ഞാൻ സഹായം ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ജിജി ഷാജി എന്ന ഭക്തയാണ് അടുത്തതായിട്ട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഗുരുവായൂർ കളഭം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ഷീട്ടാക്കണം. 60 രൂപയാണ് മിനിമം കളഭം ഷീട്ടാക്കാൻ വേണ്ടത്. അതൊരു ചെറിയ പാക്കറ്റാണ് കളഭം ഉണ്ടാവുക. ഈ കളഭം ഒരാഴ്ചത്തേക്ക് നമുക്ക് അപ്പം ഞാൻ തൊട്ടിട്ടില്ല, അതേപോലെ തൊടാനുള്ളതേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത്രയും കുറവ് അളവേ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഒരു ഉരുള കളഭം വേണമെങ്കിൽ അങ്ങനെ ഷീട്ടാക്കാം. അതല്ലെങ്കിൽ മുഴുക്കാപ്പ് ചാർത്തുമ്പോൾ അതിൻ്റെ പ്രസാദമായിട്ട് നമുക്ക് കളഭം കിട്ടാറുണ്ട് മുഴുക്കാപ്പ് ഷീട്ടാക്കുകയാണെങ്കിൽ. അതും അല്ലെങ്കിൽ അഹസ് വഴിപാട് ഷീട്ടാക്കുകയാണെങ്കിൽ 10 പാക്കറ്റ് കളഭം അതിൻ്റെ പ്രസാദമായിട്ട് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ആണ് ചോദ്യങ്ങൾ. ഇനിയും നോക്കട്ടെ കേട്ടോ, ചോദ്യങ്ങൾ ഇനിയുണ്ട്. ഓക്കെ, സീമ റാണി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് 57 വയസ്സുണ്ട്. എൻ്റെ മകൻ UK-യിലാണ്. ഇതുവരെ നല്ലൊരു ജോലി ആയിട്ടില്ല. അഹസ് വഴിപാട് നേർന്നിട്ടുണ്ട്, ഇതുവരെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പ്രസാദം വാങ്ങണമെന്ന് നിർബന്ധമുണ്ടോ? ഗുരുവായൂരിൽ 2 ദിവസം വന്ന് നിൽക്കാം എന്നൊക്കെ ഉണ്ട്, ഇതുവരെ സാധിച്ചിട്ടില്ല. ഒന്ന് പ്രാർത്ഥിക്കണേ സവിത. ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ, തീർച്ചയായിട്ടും. പ്രസാദം വാങ്ങണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ പ്രസാദം വാങ്ങിയിട്ടില്ല എന്ന് കരുതി നിങ്ങൾ ഷീട്ടാക്കിയ അഹസ് ഇവിടെ നടക്കാതെ പോകുന്നില്ല കേട്ടോ. അഹസ് എന്തായാലും ഇവിടെ നടക്കും. പക്ഷെ നിങ്ങൾക്ക് ആ പ്രസാദം വാങ്ങുമ്പോൾ എന്തിനാ ഇത്രയും പ്രസാദം വെറുതെ കളയുന്നത്? അതിൽ ആടിയ എണ്ണയുണ്ട്, കളഭുണ്ട്, തിരുമുടിമാലയുണ്ട്, അങ്ങനെ ഭഗവാന്റെ എല്ലാവിധ പ്രസാദങ്ങളും ലഭിക്കും. അതെന്തിനാണ് വെറുതെ കളയുന്നത്? സാധിക്കുമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാൻ ശ്രമിക്കൂ. ഇനി സാധിക്കില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ട് ബുക്ക് ചെയ്യാം. എന്നിട്ട് ഏത് ദിവസമാണോ ഇവിടെ അഹസിന് ബുക്ക് ചെയ്തിരിക്കുന്നത് ആ ദിവസം വന്നാൽ മതി. അപ്പോൾ നിങ്ങൾ വന്ന് പോകുന്നത് വരെയുള്ള പ്രസാദം എന്തായാലും നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുമല്ലോ. അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഗുരുവായൂർ ദേവസ്വം .in എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് ഓൺലൈനിൽ വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യാം. 2 ദിവസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം കേട്ടോ, ഓൺലൈൻ വഴി ആകുമ്പോൾ. അടുത്തതായിട്ട് കവിത എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കിതുവരെ ഗുരുവായൂർ വരാൻ പറ്റിയിട്ടില്ല. എൻ്റെ വിഷമങ്ങൾ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പറഞ്ഞാൽ മതിയോ? എന്താ സംശയം? നമ്മുടെ ഉണ്ണികൃഷ്ണൻ യോഗേശ്വരനാണ്. അദ്ദേഹം നമ്മൾ ഓരോരുത്തരിലുമുണ്ട്. നമ്മളൊരു ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ നിന്ന് വിഗ്രഹം കണ്ടു തൊഴുത് പ്രാർത്ഥിച്ചാലേ ഭഗവാൻ കേൾക്കുള്ളൂ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്?
ഒരിക്കലും അങ്ങനെ ഒരു കുറഞ്ഞ ചിന്താഗതിയിലേക്ക് നമ്മൾ മാറാനേ പാടില്ല കേട്ടോ. ഇനി എന്തിനാണ് പിന്നെ ക്ഷേത്രങ്ങളെല്ലാം പണിത് വെച്ചിരിക്കുന്നത്? നമ്മൾ സങ്കുചിതരായതുകൊണ്ടാണ് അത് വെച്ചിരിക്കുന്നത്. കാരണം നമുക്കൊരു വിഗ്രഹത്തിൽ ഭഗവാനെ കാണുമ്പോൾ കുറച്ചും കൂടി അധികം നമുക്ക് കണ്ടു തൊഴുതു എന്നുള്ള ആ ഒരു ഫീല് കിട്ടാനും, മാത്രമല്ല നമ്മളൊരു നമ്മുടെ തന്നെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഗൃഹത്തിലെല്ലാം നടക്കുന്നുണ്ട് ഇല്ലേ? നമ്മളുടെ ഗൃഹത്തിൽ തന്നെ കുളിമുറിയും ടോയ്ലറ്റും എല്ലാം അറ്റാച്ച്ഡ് ആണ്. അപ്പം നമ്മൾ അവിടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അടുക്കളയിൽ പാചകം ചെയ്യുന്നുണ്ട്. 24 മണിക്കൂർ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുകയല്ല. എല്ലാ ഗൃഹകാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ കുറച്ച് നേരം ജപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പോസിറ്റീവ് എനർജി വൈബ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ. അവിടെ വേദപാരായണങ്ങൾ നടക്കുന്നുണ്ട്, സഹസ്രനാമം നടക്കുന്നുണ്ട്, സപ്താഹങ്ങൾ നടക്കുന്നുണ്ട്, മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട്, പൂജകൾ നടക്കുന്നുണ്ട്. അങ്ങനെ പോസിറ്റീവ് എനർജിയെ കൂട്ടാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കൂടുതൽ പോസിറ്റീവ് എനർജി ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാര്യം. അതിനിപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരാൻ സാധിക്കാത്തവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അകത്ത് ആ 4 ചുമരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളാണെന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ ഉണ്ണികൃഷ്ണൻ പ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രപഞ്ചശക്തി അതല്ലേ പറഞ്ഞ, തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ട് ഗുരുവായൂരപ്പൻ. പ്രഹ്ലാദന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. എവിടെ നിന്റെ വിഷ്ണു എന്നാ ചോദിച്ചത്. എവിടെ നിന്റെ വിഷ്ണു എന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു, എല്ലായിടത്തും ഉണ്ട്. എന്നാൽ ഈ തൂണിലുണ്ടോ? ഉണ്ടല്ലോ. എനിക്ക് കാണുന്നില്ലല്ലോ. എനിക്ക് കാണുന്നുണ്ടല്ലോ എന്നാണ് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞത്. ഉടനെ ഹിരണ്യകശിപു എന്ത് ചെയ്തു? വാളെടുത്ത് ഒറ്റ വീശലാ വീശി. എന്താ വീശലോട് കൂടിയിട്ട് ആ തൂണിങ്ങടെ പിളർന്ന് പുറത്തേക്ക് വന്നു. അപ്പൊ അതുവരെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശ്വാസം മുട്ടി ഇരിക്കുകയായിരുന്നു നമ്മുടെ നരസിംഹമൂർത്തി. അല്ല കേട്ടോ, ആ തൂണിൻ്റെ അകത്ത് ഉണ്ട് എന്ന് എൻ്റെ ഭക്തൻ പ്രഹ്ലാദൻ പറഞ്ഞു. എന്നാ ഞാൻ തൂണിലുണ്ട്. അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞത് പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ നിറ സാന്നിധ്യം, ആ ശക്തിയാണ്. ഈ കൃഷ്ണൻ തന്നെ എന്നുള്ളത് നമ്മൾ പറയുന്നു ഉണ്ണികൃഷ്ണൻ, ഗുരുവായൂരപ്പൻ, നാരായണൻ, വൈകുണ്ഠമൂർത്തി എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്നുണ്ട്. ഒക്കെ ഒരു ശക്തിയാണ് കേട്ടോ. എല്ലാം ഒരു ശക്തിയാണ്. ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയാൽ കുറച്ചും കൂടിയൊക്കെ പോസിറ്റീവായ എനർജി കിട്ടും. അവിടെ പോയി നമസ്കരിക്കാം. ഗുരുവായൂരപ്പനെ വന്ന് തൊഴാൻ തോന്നുന്നുണ്ട് എന്ന് ആ കൃഷ്ണനോട് പറയാം, ഉണ്ണികൃഷ്ണ എനിക്ക് അങ്ങയുടെ ഗുരുവായൂരപ്പൻ എന്ന ആ ഒരു ഭാവം ഉണ്ടല്ലോ, അതൊന്ന് കണ്ടാൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട് എന്ന് എല്ലാ ദിവസവും ഒന്ന് അവിടെ പോയി പ്രാർത്ഥിച്ചോളൂ. ഒരു 12 ദിവസം പ്രാർത്ഥിക്കുമ്പോഴേക്കും ഭഗവാൻ പറയും, എന്നാൽ ശരി, ഒന്ന് ഗുരുവായൂരപ്പനെ കണ്ടിട്ട് വരൂ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ വിഷമങ്ങൾ, നമ്മളുടെ സങ്കടങ്ങൾ പറയാൻ വേണ്ടി മാത്രമാവരുത് പക്ഷേ ഉണ്ണികൃഷ്ണനെ വിളിക്കാൻ. ആചാര്യൻ പറയാറുണ്ട്, ഒരു പുതിയ ചെരുപ്പ് വാങ്ങിയാൽ ഉണ്ണികൃഷ്ണന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും, എന്നിട്ടേ ഇത് കാലിൽ ധരിക്കുള്ളൂ ഇത്രേ. ഉണ്ണികൃഷ്ണ അതാ പുതിയ ചെരുപ്പാണ്, എങ്ങനെയുണ്ട്, നന്നായിട്ടില്ലേ എന്ന് ചോദിച്ചിട്ടേ അത് കാലിൽ ഇടുള്ളൂ എന്നാ പറയാറുള്ളത്. അപ്പൊ അത്രയധികം ഉണ്ണികൃഷ്ണനോട് ചേർന്ന് ജീവിക്കണം. അങ്ങനെ ആയിരിക്കണം നമ്മളുടെ ജീവിതം ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് എന്നും കൂടി അനുസ്മരിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ആൻസർ പറയുന്നത്. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. ഇനിയും ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിട്ട് അടുത്ത ദിവസം വരാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ ചോദ്യം കൂടി പറയുന്നു. സ്യമന്തകം കഥയിൽ ആരാണ് സൂര്യഭഗവാനെ തപസ് ചെയ്തുകൊണ്ട് ആ സ്യമന്തകമണി നേടിയെടുത്തത്? ആർക്കും കൂടി അവകാശമുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ആ സ്യമന്തകമണിയും കൊണ്ട് കാട്ടിലേക്ക് പോയത് ആരാണ് എന്നുള്ള 2 ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ആ കഥ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അറിയുന്ന ആളുകൾ മുഴുവൻ താഴെ കമൻറ്റ് ചെയ്തോളൂ. അറിയാത്തവർ ഉത്തരത്തിനായി അടുത്ത ദിവസത്തേക്ക് കാത്തിരിക്കും കേട്ടോ. സർവരോഗവിനാശന, സർവപാപവിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം.